ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. സോ ഇന്ന് ഏർലി മോർണിംഗ് ഇങ്ങനെ റെഡി ആയിട്ട് പോകുന്നത് സേവ് ദ ഡേറ്റ് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാർട്ടിൽ 3 സേവ് ദ ഡേറ്റ് ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൾറെഡി ഒന്ന് കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 എണ്ണം ഉണ്ട്. അത് രണ്ടും ഇന്ന് തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ ലീവിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ നമുക്കൊരു 2 വീക്സ് മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നെങ്കിലും മിനിമം നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ കല്യാണത്തിന് അടുപ്പിച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങുന്നത്. അപ്പോഴേക്കും അറിയാലോ, ഒടുക്കത്ത് ചൂടായത് കാരണം ടാൻ അടിക്കാൻ ഇത് കൂടുതൽ എന്തെങ്കിലും റീസൺ വേണോ? സോ നമ്മൾ ഇന്ന് തന്നെ എല്ലാം കഴിയണം എന്നുള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് ഒരു 4 മണിയായപ്പോഴേക്കും റെഡി ആയിട്ട് നമ്മൾ അച്ചുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഫസ്റ്റ് ഷൂട്ട് വരുന്നത് കോമൺലി എല്ലാവരും സെലക്ട് ചെയ്യുന്ന എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് വരിക്കാശ്ശേരി മന. അത് മാത്രമല്ലല്ലോ, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. എൻ്റെ ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ഒരൊറ്റ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ഡെസ്റ്റിനേഷൻസിലൊക്കെ എത്തി ഓരോ ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ലോങ് ആയിപ്പോയി. എന്താണെങ്കിലും ഒറ്റ വീഡിയോയിൽ കൊള്ളും, പക്ഷെ നിങ്ങൾ കണ്ട് മടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് തന്നെ വിചാരിച്ചപ്പോൾ വരിക്കശ്ശേരി എത്തുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു തട്ടുകട അവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചത്. അതും സിമ്പിളായിട്ടൊന്ന് കഴിച്ചു ഇറങ്ങുകയും ചെയ്തു. ജീവനില്ലാതെ കഴിക്കുന്ന പോലെയൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്, കാരണം ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചായ വെച്ചത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് മോർണിംഗ് ഒരു ചായ കിട്ടിയാൽ ഞാൻ കുറച്ച് ഉഷാറാവട്ടോ, കാരണം ആ ഒരു ടേസ്റ്റിൻ്റെ നാവലിങ്ങനെ വേണം മോർണിംഗ് ആകുമ്പോഴേക്കും. ഈ പോകുന്ന വഴികളൊക്കെ എനിക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം പാലക്കാട് പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പല്ലശ്ശനക്കാവിലോട്ടായിരുന്നു. ആ ഒരു ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു വഴിയും ഈ വഴികളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അറിയുന്ന സ്ഥലത്ത് കൂടെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ബാക്ക് സൈഡിലൂടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അത് തന്നെയാണോ സ്ഥലം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശരി, കയറി വരുമ്പോൾ തന്നെ മനയുടെ സ്വന്തമാണോ എന്താണെന്നറിയില്ല, മന കഫേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെയുണ്ട്. നിങ്ങൾക്ക് കോഫീസും സ്നാക്സും ഒക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഭയങ്കര ഓൾഡ് റിച്ച് തീമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതായാലും ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അച്ചുവിൻ്റെ ബാക്കിയുള്ള കുറച്ച് റെഡിയായാലും കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മനയുടെ ഫ്രണ്ടിലേക്ക് പോയി. ഭയങ്കര ഒരു ഡ്രീമി മൊമെൻ്റ് ആയിരുന്നു അത്. പുറമേയുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും ഇവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും സമയം നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു മനയുടെ ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും അതിനകത്ത് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ആ ഒരു കാഴ്ചകൾ ഇറ്റ് വാസ് വെരി ഗുഡ്. മനയെക്കുറിച്ചും മനയുടെ അകത്തളങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അധികം ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾ എത്രയോ പടങ്ങളിൽ കണ്ട് മുക്കും മൂലയും പരിചിതമാണ്. എന്നാലും നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പറയാത്തതിന് മറ്റൊരു കാരണം, ഞാൻ ഓൾറെഡി വേറൊരു മനയിൽ പോയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല ഒട്ടുമിക്ക മനകളും അതേ ഒരു ആർക്കിടെക്ചറിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് എൻ്റെ പേഴ്സണൽ തോട്ടാണ്. ഏതൊരു കോവിലുകളാണെങ്കിലും മനകളാണെങ്കിലും ഉണ്ടാക്കുന്ന രീതികൾ ഒരേപോലെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തുപണികളുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ രഹസ്യങ്ങളാണ്. അത് ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊരു കോവിലകത്തിനാണെങ്കിലും അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതായത് ബേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതായത് അത്രയും ആ കാലഘട്ടങ്ങളിൽ വാറ്, കലാപങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള രഹസ്യവാതിലുകൾ, രഹസ്യ അറകളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക.
എനിക്ക് ഇത്ര നടന്നിട്ടും എത്ര ഷൂട്ട് ചെയ്തിട്ട് ഇത് മതിയൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഫ്രെയിംസാണ് എവിടെ നോക്കിയാലും കാണുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഷൂട്ട് ചെയ്ത ക്ലിപ്സൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വോളിൽ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള മനകൾ, കോവിലകങ്ങൾ ഇതൊക്കെയാണ് ഒരു വൺ ഓഫ് ദ ടൂറിസ്റ്റ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് കേടുവരുത്താണ്ട് നമുക്കറിയാമല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്, അത് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മന കെയർടേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് ചേച്ചിമാർ അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അവർ കെയർ ടേക്കേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതല്ലല്ലോ അവരുടെ റെസ്പോൺസിബിലിറ്റി. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ വേറൊരു റീസൺ കൂടി ഉണ്ട്. കാരണം ആ എഴുതിയ ആൾ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ബേസിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലെങ്കിലും ഈ ഒരു കാര്യം കൺസിഡർ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ബാക്ക് ടു അവർ ഷൂട്ട്. ഞങ്ങളുള്ളിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടെ ഡാൻസ് ഷൂട്ടൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അച്ചു ഓൾറെഡി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ നടന്ന് കാണാൻ, കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ കുളം ഉണ്ടാവുമല്ലോ, ഇവർക്കായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിന് വേറെ പ്രത്യേകത, അതൊരു അമ്പലക്കുളം കൂടിയാണ്. ഈ ഒരു മനയ്ക്ക് സ്വന്തമായിട്ടൊരു അമ്പലം കൂടിയുണ്ട്. ആക്ച്വലി ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, പ്രേതം 2 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സീക്വൻസ് ആ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നും കൂടി ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് അത് വേറെ എവിടെയോ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇതുമായിട്ട് ക്ലബ് ചെയ്തതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ സംഭവം ആക്ച്വലി ഉണ്ട്. ഇതാണ് ആ ഒരു അമ്പലം. മനയെക്കുറിച്ച് പറയുന്ന അതേപോലെ തന്നെ അത്രയും അധികം ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് ഇതിൻ്റെ തന്നെ ഔട്ട് ഹൗസിൽ. കാരണം ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷൂട്ട് നടന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് പോവാം. ഇവിടെ തന്നെ ഇങ്ങനെ നടന്ന് കാണാൻ കുറേ ഉണ്ട്. ഇവിടെ കുറേ റൂംസ് ഉണ്ട്. റൂംസിനൊക്കെ നല്ല വലുപ്പവും നല്ല ഏരിയ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ഹൗസും കൂടിയാണല്ലോ, അപ്പോൾ എന്താണെങ്കിലും കുറച്ചധികം വലുപ്പവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. വരിക്കാശ്ശേരി മന കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൈവസിയുടെ കേസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിൻ്റെ ഒരു കേസും പറഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല. സോ വി ആർ ഗോയിങ് ടു, ഇപ്പം നമ്മൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോവാണ്. ഇവിടെ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. അയ്യോ അവന്റെ മാനം പോകുന്നു. ഓ എന്റെ ശരീരമൊന്നും കാണിക്കുന്നില്ല.
സിക്സ് പാക്കോ എന്ത് ആക്കാണെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. കുറച്ചും കൂടെ സമയം ഇനിയിപ്പോൾ ഈവനിങ് ടു നൈറ്റ് വേണം ഷൂട്ട് വരുന്നത്. അപ്പോൾ അതുവരെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ റൂം എടുക്കാം എന്നൊക്കെയാണ് വിചാരിക്കണം. അപ്പോൾ റൂം എടുത്തിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് സമയമാകുമ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടൊന്ന് ഇറങ്ങാം. സോ ദാറ്റ്സ് എ പ്ലാൻ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് ഇതിൻ്റെ തന്നെ പാർട്ട് 2 ആണ്, നൈറ്റ് ബീച്ച് ഷൂട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.